പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്നു പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ദൈവ വിളി ഉള്ള ഒരു വ്യക്തി കർത്താവ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ടു പോകണം. അങ്ങനെ ദൈവം പറയുന്നത് അനുസരിക്കുമ്പോൾ സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ വലിയ ഒരു സഹനശക്തി നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഉദാഹരണമായി ഇരമ്യാവിനോടുള്ള കർത്താവിൻ്റെ വിളിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, സ്തോത്രം, ദൈവ വിളിയോട് വിശ്വസ്തത പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു ഇരമ്യാവ്. ആ വിശ്വസ്തതയ്ക്കു വേണ്ടി സഹനം അനുഭവിച്ച വ്യക്തിയായിരുന്നു ഇരമ്യാവ്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു പ്രവാചകന്റെ, ഒരു ദൈവ വിളി ലഭിച്ച ഒരു വ്യക്തിയുടെ ജോലി എന്താണ്? ദൈവവചനം ദൈവ മക്കളോട് അരുളി ചെയ്യുകയാണ് പ്രവാചകന്റെ അടിസ്ഥാന ജോലി എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവവചനം, ദൈവികമായ അരുളപ്പാട് അറിയിക്കുക എന്നതാണ് ദൈവ വിളി ലഭിച്ച ഒരു വ്യക്തി, ഒരു പ്രവാചകൻ, ഹല്ലേലൂയ, ചെയ്യേണ്ട ഒരു കാര്യം. ഇരമ്യ പ്രവാചകനെ കർത്താവ് വിളിച്ചു, ഹല്ലേലൂയ. ആ വിളി അവൻ തിരിച്ചറിഞ്ഞു, ഹല്ലേലൂയ. എന്നാൽ താൻ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, വിശ്വസ്തയോടും ഉത്സാഹത്തോടും കൂടെ അവസരമനുസരിച്ച് ഉയരുവാൻ സാധിച്ചോ എന്ന് ഇരമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, മോശയെയും ഗിദെയോനെയും പോലെ അവന്റെ പ്രതികരണം എന്താണെന്ന്, ഹല്ലേലൂയ, വചനം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുവാൻ കഴിയുന്നു. അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്നായിരുന്നു അവന്റെ ആദ്യത്തെ പ്രതികരണം. സ്തോത്ര, അപര്യാപ്തമായി, ഹല്ലേലൂയ, തെളിയിക്കുന്നതായിരുന്നു. ഹല്ലേലൂയ. ആ പ്രവൃത്തിക്ക് യോഗ്യനല്ലെന്ന് അവൻ വിചാരിച്ചു. സ്തോത്ര, എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും ദൈവ വിളി നമുക്കുണ്ടെങ്കിലും, ഹല്ലേലൂയ, നാം പലപ്പോഴും പറയാറില്ലേ, എനിക്ക് കഴിവില്ല, എനിക്ക് സാധിക്കത്തില്ല, കർത്താവേ ഞാൻ ബാലനല്ലേ, എനിക്ക് കഴിവില്ലല്ലോ, അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ഇല്ലല്ലോ, അതിനനുസരിച്ചുള്ള ഒരു പക്വത ഇല്ലല്ലോ, എങ്ങനെ ദൈവ വിളി അനുസരിക്കുമെന്നുള്ള ആ വിളിയെ, ഹല്ലേലൂയ, തിരസ്കരിച്ചിരിക്കുന്ന ജീവിതമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽക്കാലം പറയുന്നു, കർത്താവ് വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം നടന്നു കഴിഞ്ഞാൽ കർത്താവ് അറിയിക്കുന്ന അരുളപ്പാടുകള് അനേകർക്ക് വിളമ്പുക. ദൈവം നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, പലപ്പോഴും ദൈവത്തിന്റെ വിളി തിരിച്ചറിഞ്ഞിട്ടും, ഹല്ലേലൂയ, അത് ശ്രദ്ധിക്കാതെ പോകുന്ന ജീവിതമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇരമ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഞാൻ ബാലനാണ്, എനിക്ക് കഴിയില്ല എന്നുള്ള രീതിയിൽ, ഹല്ലേലൂയ, ആയിരുന്നിട്ട് തന്നെ, ഹല്ലേലൂയ, ദൈവ നിയോഗമുള്ള വ്യക്തികളെ എത്ര താൻ മടിച്ചിരുന്നാലും ആ നിയോഗത്തിലേക്ക് കർത്താവ് കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന ജനമേ, ദൈവം നിന്നെ, ഹല്ലേലൂയ, കണ്ടു എങ്കിൽ, നിന്നെ, ഹല്ലേലൂയ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ തിരഞ്ഞെടുത്തു എങ്കിൽ, ഹല്ലേലൂയ, നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു എങ്കിൽ, അത് നീ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുക. ദൈവം പറയുന്നത് അനുസരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജാതികൾക്ക് പ്രവാചകനായിട്ടാണ്. കർത്താവിന്റെ വചനം ജീവനുള്ള വചനം, ഹല്ലേലൂയ, വിളിച്ചു പറയാനാണ്, ദൈവികമായ അരുളപ്പാട് അറിയിക്കാനാണ്. സ്തോത്ര. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തത പുലർത്തുവാൻ, ദൈവ സന്നിധിയിൽ അനുസരണ പുലർത്തുവാൻ, സഹന ശക്തിയോടെ ദൈവസന്നിധി നിൽക്കുവാൻ നീ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, കർത്താവ്, ഹല്ലേലൂയ, വിളിച്ചിട്ടും വിളി കേൾക്കുവാൻ സാധിക്കാതെ മറഞ്ഞിരിക്കുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം പറയുന്നു, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കർത്താവ് പറയുന്നതനുസരിച്ച് മുന്നേറുവാൻ നീ തയ്യാറാണോ?
ഹല്ലേലൂയ. ഓ നിനക്ക് ഹല്ലേലൂയ, ഓ വലിയൊരു സാമ്പത്തികമായിട്ടല്ല ഓ ദൈവവിളി അനുസരിച്ച് മുന്നേറേണ്ടത്. എല്ലാം ആകട്ടെ എന്നിട്ട് ഇറങ്ങാമെന്നല്ല. കർത്താവ് വിളിച്ചപ്പോൾ ഹല്ലേലൂയ ഇറങ്ങി അനേക ദൈവ ഭക്തന്മാരെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കർത്താവ് വിളിക്കുമ്പോൾ നീ ഇറങ്ങിക്കോ. ദൈവം വഴി നടത്തുവാൻ ശക്തനെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ഞാൻ ബാലനാണ് എന്ന് എല്ലാ ഒഴിവൊഴികളും പറയുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഒരു മറുപടി കൊടുക്കുന്നത് ശ്രദ്ധേയമാണ്. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന എല്ലാവരുടെയും അടുക്കൽ പോകുകയോ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ഓരോരുത്തരോട് ഇന്നു പകൽക്കാലം പറയുവാനുള്ളത് അത് മാത്രമാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ഹല്ലേലൂയ സംസാരിക്കണം. നിന്റെ കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കുക. ഓ ഹല്ലേലൂയ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ഓ ദൈവികമായ വാഗ്ദത്തങ്ങളെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവാണ് നിന്നെ അയച്ചതെങ്കിൽ, കർത്താവാണ് നിന്നെ വിളിച്ച് വേർതിരിച്ച് എങ്കിൽ, ഓ ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നേറി കഴിഞ്ഞാൽ നിന്നെ വഴി നടത്തുവാൻ, ഓ ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഓ അതിന്റെ ചവിട്ടുപടിയായിട്ട് ദൈവസന്നിധിയിൽ ആത്മീയമായി ഹല്ലേലൂയ പ്രാബല്യത്തിൽ വന്നുകൊണ്ട് അനേകരെ ആത്മീയമായി ഹല്ലേലൂയ വളർത്തിയെടുക്കുവാനോ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഓ ഞാൻ നിന്നോട് കൂടെയുണ്ട്. കൂടുതലായി പറയുകയാണെങ്കിൽ ദൈവം അവിടെ തന്നെയുണ്ട്, നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം, എല്ലാറ്റിനും മതിയായവനുമായ ദൈവം അവന്റെ അരികിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എല്ലാ അവസരങ്ങളിലും ഇത് തന്നെയാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീ ദൈവവിളി അനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത്? ദൈവം നിന്റെ കൂടെയുണ്ട്, നിന്റെ കൂടെയുണ്ട്. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി ഇന്നു പകൽക്കാലം നിന്നോട് തന്നെ സംസാരിക്കുന്നത്. ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ പേടിക്കേണ്ട. ഹല്ലേലൂയ. നിന്നെ ജാതികളുടെ പ്രവാചകനായി നിയമിച്ചിരിക്കുകയാണ് ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഓ അങ്ങ് കർത്താവ് വിളിച്ചെങ്കിൽ ഓ വഴി നടത്തുവാൻ ശക്തനാണ്. ഒരിക്കലും വഴിയിൽ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല. കർത്താവ് തന്ന വാഗ്ദത്തം അനുസരിച്ച് ഇന്ന് പകൽക്കാലം നീ മുന്നേറുമെങ്കിൽ ദൈവം വഴി നടത്തുവാൻ ശക്തനെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. യിരെമ്യാവിന്റെ ജീവിതത്തിൽ പലപ്പോഴും ആ ദൈവ വിളിച്ചിട്ട് ഹല്ലേലൂയ അവൻ ബാലനാണെന്ന് ഹല്ലേലൂയ പല കാരണങ്ങൾ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചപ്പോൾ ഓ വാഗ്ദത്തം അവന്റെ ഹല്ലേലൂയ കിടക്കുന്നത് കൊണ്ട്, നിയോഗം അവന്റെ മേൽ ഉള്ളത് കൊണ്ട് ദൈവം അതിൽ ഹല്ലേലൂയ അതിലേക്ക് അവനെ കൊണ്ടുവന്നതായി കാണാം. എന്നെ കേൾക്കുന്ന ജനമേ, നിന്റെ മേൽ വാഗ്ദത്തം ഉണ്ട്, ദൈവ നിയോഗമുണ്ടെങ്കിലോ പലപ്പോഴും അത് ശ്രദ്ധിക്കാതിരിക്കുന്ന ദൈവ ജനമേ, ഓ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ തന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവ വിളി അനുസരിച്ച് നീ മുന്നോട്ട് പോകുക. ദൈവ നിയോഗപ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്റെ കർത്താവ് ഹല്ലേലൂയ അരുളി ചെയ്ത അരുളപ്പാടുകൾ നിന്നോട് അറിയിക്കുകയോ അനേകർക്ക് വേണ്ടി അരുളപ്പാടുകൾ അറിയിക്കുക നിന്നെ ഉപയോഗിക്കുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഈ വചനങ്ങളാൽ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. God bless you all.